മക്കളെ നമ്മള് ഈസ് മാറ്റർ അറൌണ്ട് അസ് പ്യുവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പഠിച്ചോ? ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ മനസ്സിലാണോ? ക്ലിയർ ആണോ? എന്താ പഠിച്ചത് നമ്മൾ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് മാറ്റർ എന്താന്ന് പഠിച്ചു അല്ലെ? നിൽക്കാൻ സ്ഥലം വേണ്ട, ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലം വേണ്ട, നമുക്ക് പിന്നെന്താ, നമുക്ക് എന്താ മാസ് ഉള്ള, ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലം വേണ്ട എല്ലാത്തിനെയും നമ്മൾ മാറ്റർ എന്ന് വിളിച്ചു. മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെ? എന്താ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? എന്താ, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും ആയിട്ട് നമ്മൾ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തു അല്ലെ? ആൻഡ് നമ്മള് സസ്പെൻഷൻ എന്താ, സൊല്യൂഷൻ എന്താ, പിന്നെ എന്താ പഠിച്ചത്? കൊളോയിഡ്സ് എന്താന്നൊക്കെ പഠിച്ചു അല്ലെ? സസ്പെൻഷൻ എങ്ങനെയായിരുന്നു? സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാനൊക്കെ പറ്റും അല്ലെ? ആൻഡ് കൊളോയിഡ് ആണെങ്കിലോ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊളോയിഡ് അല്ലേ പഠിച്ചു നിർത്തിയ? കൊളോയിഡ് ആണെങ്കിൽ രണ്ട് ഫേസസ് ആണ്. സൊല്യൂഷന്റെ അകത്ത് സൊല്യൂട്ടും സോൾവെന്റും ഉള്ളത് പോലെ നമ്മൾ കൊളോയിഡ്സിന് ഡിസ്പേഴ്സിങ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ആയിട്ട് രണ്ട് ടൈപ്പ് അല്ലേ പറഞ്ഞത്? ആൻഡ് അതിന്റെ സ്റ്റേറ്റിന്റെ ബേസിസിൽ നമ്മള് ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലെ? കൊളോയിഡിനെ നമുക്ക് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? അതിന് നമ്മൾ വേറൊരു മെത്തേഡാ യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ അല്ലെ? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് കൊളോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾസോ നമ്മൾ അവിടെ വേറൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ടിൻഡാൽ എഫക്ട്. ടിൻഡാൽ എഫക്ട് എന്തായിരുന്നു? ടിൻഡാൽ എഫക്ട്, വാട്ട് ഈസ് ടിൻഡാൽ എഫക്ട്? ലൈറ്റിനെ കൊളോയിഡ്സ് ബീം ഓഫ് ലൈറ്റ് വരുന്ന സമയത്ത് പാർട്ടിക്കിൾസ് എന്ത്, കൊളോയിഡൽ പാർട്ടിക്കിള് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും അല്ലെ? സ്കാറ്റർ ചെയ്തിട്ട് നമുക്ക് ആ പാത്ത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഈസിലി അവർ സ്കാറ്റർ ചെയ്യും. ആൻഡ് നമുക്ക് ആ പാത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ടിൻഡാൽ എഫക്ട് എന്ന് പറഞ്ഞാൽ അല്ലെ? ടിൻഡാൽ എഫക്ട്. ആൻഡ് ഞാൻ പറഞ്ഞു കൊളോയിഡ്സിനെ നമുക്ക് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നല്ലേ? മിൽക്കിനെ ഒന്നും നമുക്ക് ഒരു ഫിൽട്ടർ പേപ്പറിലൂടെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലെ? സോ എന്താ, മിൽക്കിലെ ഇംപ്യൂരിറ്റീസ് ലൈക്ക് ഇപ്പൊ മിൽക്കിന്റെ അകത്ത് കല്ലൊക്കെ വീണ് കഴിഞ്ഞാല് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു എന്തെങ്കിലും വേറെ ഇംപ്യൂരിറ്റീസോ അങ്ങനെയൊക്കെയുണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞത് മിൽക്ക് പ്യുവർ ആയിട്ടുള്ള നല്ല ക്ലീൻ ഹൈജീൻ ആയിട്ടുള്ള മിൽക്ക്, പ്യുവർ മിൽക്ക് എന്ന് ഞാൻ പറയുന്നില്ല അല്ലെ? പ്യുവർ എന്ന് പറയുന്ന വേറെ മീനിങ് ആണല്ലേ കെമിസ്ട്രിയിൽ, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഹൈജീൻ ആയിട്ടുള്ള ഒരു മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പണൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പാലിന്റെ അകത്ത് കല്ല് വീണാൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മിൽക്കിലെ വെള്ളത്തിനെയും ബാക്കിയുള്ള കോമ്പണൻസിനെ എന്താക്കാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമുക്ക് ഓരോന്നിനെ രീതിയിലും വേറെ വേറെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം മഡ് വാട്ടറിനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ മഡിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്തു അല്ലെ? അതൊരു ഫിൽട്രേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? അതിനെ മഡും വാട്ടറും ആയിട്ട് നമുക്ക് ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മിൽക്ക് അങ്ങനെ പറ്റില്ല. അപ്പം ഓരോന്നിനും എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഡിഫറെന്റ് മെത്തേഡ് ആണ് അല്ലെ? മിൽക്കിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇനി കുറെ സെപ്പറേഷൻ ടെക്നിക്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കാം. ഓക്കെ, എന്താ പഠിക്കുന്നത്? സെപ്പറേറ്റിംഗ് കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. എവിടുന്നാ സെപ്പറേറ്റ് ചെയ്യേണ്ടത്? മിക്സ്ചർ എന്ന് വേണം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറെ മിക്സ്ചർ ഉണ്ടാവും. ആ മിക്സ്ചറിനാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്. മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതല്ലേടാ? മിക്സ്ചർ എന്തായിരുന്നു? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ നമ്മള്? ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചറും ഹെറ്ററോജീനിയസ് മിക്സ്ചറും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? പുതിയ പോർഷൻസ് പഠിക്കുമ്പം പഴയ പോർഷൻസ് മറക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നെന്ന് പറയുമ്പം നമ്മൾ കണക്റ്റഡ് ആയിട്ട് നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളും ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ. So separating the components of a mixture. Different methods of separations are used to get individual components from a mixture. ഞാൻ പറഞ്ഞു കുറേ ടെക്നിക്സ് ഉണ്ട്. ഫിൽട്രേഷൻ മാത്രമൊന്നുമല്ല, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. And heterogeneous mixtures can be separated into their respective constituent by simple physical methods like hand picking, sieving, okay, filtration, etc. Sometimes special techniques have to be used. അപ്പം നമ്മളെ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പം ചെളിവെള്ളം ആണെങ്കിൽ, മഡ് വാട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ സാൻഡിൻ വാട്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് ലൈക്ക് സീവിങ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? അരിപ്പേൻ്റെ അകത്ത് അരിച്ചിട്ട് എടുക്കാൻ പറ്റും അല്ലെ? മണ്ണിനും
ലൈക്ക് സാൻഡിനെ വേറെയും വെള്ളത്തിനെ വേറെയൊക്കെ ആയിട്ട് നമുക്ക് സീവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അല്ലെ. ഓക്കെ, ഇനിയിപ്പം സാൻഡ് ഒക്കെ ഇല്ലേ, കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സാൻഡിനെ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? സീവിങ് ചെയ്യുക അല്ലെ. എന്താ ചെയ്യാം, അതിനുള്ള ഒരു വലിയൊരു അരിപ്പൊക്കെ ഉണ്ടാവും അല്ലെ. അതിനകത്ത് നമ്മൾ സാൻഡിനെ കൊണ്ടുവച്ചിടുമ്പം സാൻഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ്, നമുക്ക് വേണ്ടത് നല്ല തരിതരി ആയിട്ടുള്ള നല്ല ഒരു ടൈപ്പ് ഓഫ് സാൻഡിനെ കിട്ടണം അല്ലെ, നല്ല യൂണിഫോം ആയിട്ടുള്ള ഒരു ഈവൺ ആയിട്ടുള്ള ഒരു സാൻഡിനെ കിട്ടണം അല്ലെ. അതിന് വേണ്ടി നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നില്ലേ സാൻഡിനെ, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ടോപ്പ് പോർഷനിൽ എന്ത് കിട്ടും, നമുക്ക് ഫിൽട്ടർ ചെയ്തിരിക്കുന്ന മോശമായിട്ടുള്ള എന്താ കിട്ടുക, വേണ്ടാത്ത ഇമ്പ്യൂരിറ്റീസിനൊക്കെ കിട്ടും അല്ലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബിഗർ സൈസിലുള്ള സ്റ്റോൺസിനൊക്കെ കിട്ടും അല്ലെ. നമുക്ക് വർക്കിന് വേണ്ട സാൻഡിനെ നമുക്ക് താഴെ ഫിൽട്ടർ ചെയ്തും കിട്ടും അല്ലെ. ഇങ്ങനെ കുറെ എന്തുണ്ട് സെപ്പറേഷൻ ടെക്നിക്ക് ഉണ്ട്. സാൻഡിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് സാൻഡിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ജ്യൂസ് ഫിൽട്ടർ ചെയ്യുന്ന അരിപ്പ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്ത കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പം ഓരോന്നിനും എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ സന്ദർഭത്തിനനുസരിച്ചും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് വേറെയും ഒരുപാട് സെപ്പറേഷൻ ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട്, നിങ്ങൾ കാണുന്ന ഒരുപാട് സെപ്പറേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഒരുപാട് ഹാൻഡ് പിക്കിംഗ് എവിടെ ചെയ്യാം? ഹാൻഡ് പിക്കിംഗ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരൂ എനിക്ക്. ഹാൻഡ് പിക്കിംഗ്, അരിയൊക്കെ വാങ്ങിയിട്ട് ചോറ് വെക്കുന്ന സമയത്ത് റൈസിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ ചിലപ്പം വലിയ കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു മാറ്റും അല്ലെ, കൈകൊണ്ട് എടുത്തു മാറ്റും, ഹാൻഡ് പിക്കിംഗ് ചെയ്യും അല്ലെ. സോ അങ്ങനെയാണ് ചെയ്യുന്ന. ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്, ഫിൽട്രേഷൻ മെത്തേഡ്സ്, സീവിങ്, സെൻട്രിഫ്യൂജ്, കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലെ, കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, സോ ഞാൻ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി ഒബ്റ്റെയിൻ കളേർഡ് കോമ്പണന്റ് ഫ്രം ഡൈ ആണ്, ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്കിന്റെ അകത്തുനിന്ന് നമുക്ക് കളേർഡ് കോമ്പണന്റിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. എങ്ങനെ? അതായത് ഇങ്കില്ലേ ഇടാം, ഇങ്കിനകത്ത് ഇങ്കിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, പ്ലസ് വാട്ടർ ഉണ്ട് അല്ലെ. ഒരു മഷി എന്ന് പറയുന്ന ഒരു വാട്ടറി അല്ലേ. അപ്പൊ മഷീന്റെ അകത്ത് വാട്ടറും ഉണ്ട്, വേറെ കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ട് അല്ലെ. സോ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യണം, പ്ലസ് ആ ഇങ്കിന്റെ ബാക്കി കോമ്പണൻസിനെയും സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെയ്യാം? ഫിൽട്ടർ ചെയ്താൽ മതിയോ? ഫിൽട്ടർ പേപ്പറിലൂടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്കിന്റെ കോമ്പണൻസ് കിട്ടുമോ? സീവിങ് ചെയ്താൽ കിട്ടുമോ? ഹാൻഡ് പിക്കിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇവിടെ നമ്മൾ വേറൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേറെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫിൽ ഹാഫ് എ ബീക്കർ വിത്ത് വാട്ടർ. നമ്മൾ ഒരു ബീക്കറിന്റെ ഹാഫ് പോർഷൻ വെള്ളം വെച്ചിട്ട് ഫിൽ ചെയ്യാം. നമ്മൾ ഒരു ബീക്കറിനെ, നമുക്ക് ഇമേജ് ഉണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, ഇമേജ് ഉണ്ട് കേട്ടോ. അപ്പം ഫിൽ ഹാഫ് എ ബീക്കർ വിത്ത് വാട്ടർ, പുട്ട് എ വാച്ച് ഗ്ലാസ് ഓൺ ദി മൗത്ത് ഓഫ് ദി ബീക്കർ. നമ്മള് ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോടാ? ബീക്കർ ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ബീക്കർ. ബീക്കറിന്റെ ഇവിടെ നമ്മള് വെള്ളം എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ബീക്കറിന്റെ അകത്ത് ഇവിടെ ഒരു എന്താ വെച്ചിട്ടുള്ളത്? ഇവിടെ നമ്മള് ഒരു വാച്ച് ഗ്ലാസിന്റെ അകത്ത്, വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ആണ്. വാച്ച് ഗ്ലാസ് അല്ലേ എടുത്തിരിക്കുന്നത്? വാച്ച് ഗ്ലാസ് എടുത്തിരിക്കുന്നത് അത് ആ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബീക്കർ പോലെ തന്നെയല്ല. ബീക്കർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടില്ലേ? ആൻഡ് ഓൾസോ വാച്ച് ഗ്ലാസ് എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിലുള്ള ഒരു എന്താ പറയാ, ഒരു അങ്ങനത്തെ ഒരു ഷേപ്പ് ഇല്ലേടാ, ഹാഫ് മൂണിന്റെ ഒക്കെ ഒരു ഷേപ്പുള്ള ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക. അതിനകത്ത് നമ്മള് ഇവിടെ ഈ പോർഷനിൽ നമുക്ക് വേണ്ട ഇങ്കിനെ, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ഇങ്കിനെ നമ്മൾ ഇവിടെ വെക്കും. ദാറ്റ് ഈസ് ഇങ്ക്. ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്കിന്റെ ഡൈയും ഉണ്ട്, ഇങ്കിന്റെ കളർ കൊടുക്കുന്ന ഡൈയും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഓക്കെ, നമ്മൾ ആ വാച്ച് ഗ്ലാസിന്റെ മുകളില് ഇങ്ക് ഇവിടെ ഇങ്ക് ആക്കിയിട്ടുണ്ട്. താഴെ എന്തുണ്ട്? നമുക്ക് തീ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. താഴെ ഹീറ്റ് കൊടുക്കാനുള്ള അപ്പാരറ്റസും ഉണ്ട്. സോ എന്തൊക്കെയാ ഇപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്തൊക്കെയാ? നമ്മള് ഫിൽ ഹാഫ് എ ബീക്കർ വിത്ത് വാട്ടർ, പുട്ട് എ വാച്ച് ഗ്ലാസ് ഓൺ ദി മൗത്ത് ഓഫ് ദി ബീക്കർ, പുട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഇങ്ക് ഓൺ ദി വാച്ച് ഗ്ലാസ്. നമ്മള് വാച്ച് ഗ്ലാസിന്റെ അവിടെ ഇങ്ക് ഒഴിച്ചു അല്ലെ, ഇങ്ക് ഒഴിച്ചു. നൗ സ്റ്റാർട്ട് ഹീറ്റിംഗ് ദി ബീക്കർ. എന്നിട്ട് നമ്മള്
ബീക്കർ ഇവിടുന്ന് ഹീറ്റ് ചെയ്യാണ്, താഴേന്ന് തീ കൊടുത്തു. ഓക്കെ, യു വിൽ സീ ദാറ്റ് ഇവാപറേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, നമ്മൾ തീ കൊടുക്കുന്ന സമയത്ത് കുറെ നേരം തീയൊക്കെ വന്നു കഴിയുമ്പം, അതായത് ഒന്ന് ഹീറ്റ് ആയി കഴിയുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുക? ഇവാപറേഷൻ, വാട്ടർ ഇവാപറേഷൻ നടക്കും. Evaporation is taking place from the watch glass. Continue heating as the evaporation goes on and stop heating when you do not see any further change on the watch glass. Observe carefully and record your observations. എന്താ ഇപ്പൊ സംഭവിച്ചത്? നമ്മള് ഇവിടുന്ന് തീ കൊടുക്കുമ്പം, നമ്മൾ ഇവിടുന്ന് ഹീറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പം എന്താവും? ഇത് ചൂടായിട്ട് എന്താവും? ഇത് നമ്മൾ ഡയറക്റ്റ് ഹീറ്റിംഗ് അല്ല കേട്ടോ ചെയ്യുന്നത്, വാച്ച് ഗ്ലാസ് കൊണ്ടുപോയി ചൂടാക്കല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു ബീക്കർ എടുത്തിട്ട് അതിനകത്ത് വെള്ളം എടുത്തിട്ട് അതുവഴിയാണ് എന്ത് കൊടുക്കുന്നത്? ഹീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഹീറ്റ് എത്തുന്ന സമയത്ത് വാട്ടർ ഒക്കെ എന്തായി? ഇപ്പം ഇവിടെ നമുക്ക്, നിങ്ങൾ കാണുന്നുണ്ടോടാ? കാണാൻ വഴിയില്ല. ഇവിടെ ഇങ്ങനെ ഇവാപറേഷൻ നടക്കും കേട്ടോ, വാട്ടർ വേപ്പേഴ്സ്. ഈ ഇങ്കിന്റെ അകത്ത് ആരൊക്കെയുള്ളത്? ഇങ്കിന്റെ അകത്ത് ഡൈയും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഡൈയും വാട്ടറും ചേർന്നിട്ടാണ് ഇങ്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഈ ഡൈയിന്റെ അകത്തുള്ള വാട്ടർ വേപ്പേഴ്സ് മേലേക്ക് എന്ത് പോകും? ഹീറ്റ് കിട്ടുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്തിട്ട് മേലേക്ക് പോകും. ആൻഡ് ഇവിടെ റിമൈനിങ് പോർഷൻ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ഇങ്കിന്റെ ഡൈ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, വാട്ടർ കോമ്പണന്റ് ഇവാപറേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഇതാണ് നമ്മള് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെപ്പറേറ്റിംഗ് ഇങ്ക് ആൻഡ് വാട്ടർ ഫ്രം ഡൈ ആൻഡ് വാട്ടർ ഫ്രം ഇങ്ക് അല്ലെ, ഡൈയും വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ഫൈൻഡ് ദാറ്റ് ink is a mixture of a dye in water അല്ലെ, ഡൈയും വാട്ടറും ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഇങ്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? വാപ്പറൈസ് ചെയ്യുന്ന കപ്പാസിറ്റികളാണ് അല്ലെ, ആവിയായിട്ട്, നീരാവിയായിട്ട് എന്ത് ചെയ്യും? പോവും, വാപ്പേഴ്സ് ആയിട്ട് പോവും അല്ലെ. വാട്ടർ വേപ്പർ ആയിട്ട് മാറാനുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ വാട്ടർ. H2O അല്ലേടാ, അതെന്ത് ചെയ്യും? പെട്ടെന്ന് ചൂട് കിട്ടുമ്പം നീരാവി ആയിട്ട് പോകും അല്ലെ, ഇവാപറേഷൻ സംഭവിച്ചിട്ട് വാട്ടർ മേലേക്ക് പോകും. ഇങ്കിന് അങ്ങനെ ലൈക്ക് ഡൈക്ക് അങ്ങനെ ഇവാപറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല അല്ലെ, ഡൈ മേലേക്ക് പോകില്ല. പക്ഷെ ആര് പോകും? വാട്ടർ ഹീറ്റ് കിട്ടുമ്പം എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ വി ഫൈൻഡ് ദാറ്റ് ഇങ്ക് ഇസ് എ മിക്സ്ചർ ഓഫ് എ ഡൈ ഇൻ വാട്ടർ. ഇങ്ക് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഡൈ ഇൻ വാട്ടർ ആണ്. Thus we can separate the volatile component, that is solvent, from its non-volatile solute by the method of evaporation. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ടെക്നിക്കാ യൂസ് ചെയ്ത? നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കാണ്, ദാറ്റ് ഈസ് ഇവാപറേഷൻ. ഇവാപറേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെപ്പറേഷൻ ടെക്നിക്. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇവാപറേഷൻ. ഇങ്ക് എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, ലൈക്ക് ഡൈ എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. വേപ്പർ എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. അപ്പം ഇങ്ക് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ കമ്പണന്റ് ആയിട്ടുള്ള ഡൈയും ഉണ്ട്, വോളറ്റൈൽ കമ്പണന്റ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട് അല്ലെ. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇങ്ക് ഉള്ളത്. നമ്മൾ ഹീറ്റ് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെന്റ് പോലെ ചെയ്യുമ്പം നമ്മൾ ഈ സെറ്റപ്പിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വാട്ടർ ഹീറ്റ് കിട്ടുമ്പം വേപ്പർ ആയിട്ട് മാറും ആൻഡ് ഡൈ അവിടെ റിമൈൻസ് അല്ലെ, അവിടെ ബാക്കിയായിട്ട് ഡൈ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ഡൈ അവിടെ നിൽക്കും, വാട്ടർ പോവും, വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പോവും. ഡൈനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇങ്കിന്റെ അകത്തുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബൈ ദി മെത്തേഡ് ഓഫ് ഇവാപറേഷൻ. ഇവാപറേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്? മിൽക്കിന്റെ അകത്തുനിന്ന് എങ്ങനെയാ ക്രീം എടുക്കുന്നതെന്ന്, മിൽക്കിന്റെ അകത്തുനിന്ന് എങ്ങനെയാ ക്രീം എടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് മിൽക്ക്, പല ടൈപ്പ് ഓഫ് മിൽക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ, പല ടൈപ്പ് ഓഫ് മിൽക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് മിൽക്കിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ. 25 ഉണ്ട്, 30, അങ്ങനെ മിൽക്കിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ട്. ഇതിനകത്തുള്ള അവരുടെ കണ്ടന്റിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മിൽക്ക് ആണെന്നുള്ളതിനനുസരിച്ചിട്ട്, അതിൻ്റെ അകത്തുള്ള കണ്ടന്റിന്റെ അതിന്റെ കോമ്പണൻസിന് അനുസരിച്ചിട്ട് എന്തുണ്ടാവും? പല ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ട് അല്ലെ. Nowadays we get full cream ഉണ്ട്, toned and double tone varieties of milk packed in poly packs or tetra packs in the market. These varieties of milk contain different amount of fat. അപ്പം കിട്ടുന്ന ഫാറ്റ്, ഓരോ മിൽക്കിന്റെ അകത്തുള്ള ഫാറ്റിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് പല വെറൈറ്റീസ് ഓഫ് മിൽക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് പല ടൈപ്പിലുള്ള മിൽക്ക് കിട്ടുന്നുണ്ട്. ഫാറ്റിന്റെ എമൗണ്ട് കൂടിയ മിൽക്ക് ഉണ്ട്, ഫാറ്റിന്റെ എമൗണ്ട് കുറഞ്ഞ മിൽക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മിൽക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ മിൽക്കിൽ നിന്ന് നമ്മൾ ക്രീം എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, എന്താ ചെയ്യാം? സംടൈംസ് the solid particles in a liquid are very small and pass through a filter paper. For such particles, the filtration technique cannot be used for separation. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ മിൽക്കിന്റെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോ ചില സമയത്ത് നമ്മൾ എപ്പോഴാണ് ഫിൽട്ടറിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്? എപ്പോഴാണ് ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്? ഒരു സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്, അപ്പൊ നമുക്ക് ഫിൽറ്ററിലെ സീവ്സ് ഉണ്ടാവില്ലേ, അവിടെ പോർ ഉണ്ടാവില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പോർസ് ഉണ്ടാവും. അപ്പൊ അതിനേക്കാളും വലിയ ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ ട്രാപ്ഡ് ആയിട്ടിരിക്കും അല്ലെ, അതവിടെ ട്രാപ്ഡ് ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മള് പാർട്ടിക്കിൾസിന്റെ സൈസ് വെച്ചിട്ട്. അപ്പം സോളിഡ് പാർട്ടിക്കിളിനെ ലിക്വിഡ് ആർ വെരി സ്മോൾ ആണെങ്കിൽ pass through the filter paper. For such particles, the filtration technique cannot be used for separation. Particle size ഭയങ്കര ചെറുതാണെന്നുണ്ട് എന്താ സംഭവിക്കടാ? ഇവിടെയുള്ള പോർ ഭയങ്കര ചെറുതാണ്, അതിനേക്കാളും ചെറുതാ, ഇവിടെയുള്ള പോറിനേക്കാളും ചെറിയതാ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്കിൾസ് പോറിലൂടെ ഈസിലി വരും അല്ലെ. പിന്നെ അവിടെ ഫിൽട്രേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? അതിന് ചെയ്തിട്ട് കാര്യം എന്താ? കാര്യമില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. Such mixtures are separated by centrifugation. Okay. അപ്പം നമ്മൾ മിൽക്കിന്റെ ഫാറ്റിന്റെ എമൗണ്ടിന്റെ വേരിയിങ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് മിൽക്ക് അവൈലബിൾ ആണ്. ആൻഡ് നമ്മൾ മിൽക്കിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് സെൻട്രിഫ്യൂഗേഷൻ അല്ലെ. സെൻട്രിഫ്യൂഗേഷൻ. The principle is that denser particles are forced to the bottom. എന്താ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ദ പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് ഡെൻസർ പാർട്ടിക്കിൾ, നിങ്ങൾക്ക് ഡെൻസിറ്റി അറിയില്ലേടാ? ഡെൻസിറ്റിന്റെ ബേസിസിലാണ് ഇവിടെ നമ്മൾ നന്നായിട്ട് സ്പിൻ റാപ്പിഡ്ലി നമ്മൾ നന്നായിട്ട് കറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഡെൻസിറ്റി കൂടിയ സാധനങ്ങള് എന്ത് ചെയ്യും? താഴേക്ക് വരും. നമ്മള് മിൽക്കിനെ ഇട്ട് നന്നായിട്ട് സ്പിൻ ചെയ്യുമ്പം, നന്നായിട്ട് കറക്കുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിയ സാധനം താഴേക്ക് വരും. ഓക്കെ, ഡെൻസിറ്റി കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സ്പിന്നിൽ ഇതിന്റെ താഴെ എന്ത് ചെയ്യും? ഹയർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ വരും. ഇവിടെ നമുക്ക് താഴെ ബോട്ടം പോർഷനിൽ ഹയർ ഡെൻസിറ്റി ഉള്ള ആൾക്കാരെ കിട്ടും. ടോപ്പ് പോർഷനിൽ നമുക്ക് ലോവർ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ എപ്പോഴും പൊങ്ങിയാ കിടക്കുക. തടിയൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നില്ലേ, മരക്കഷ്ണമൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നില്ലേ? കാരണം എന്താ? അതിന് ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. വെള്ളത്തിനെ അപേക്ഷിച്ചിട്ട് ഡെൻസിറ്റി കുറവായതുകൊണ്ടാട്ടോ. അതേ സ്ഥാനത്ത് ഒരു കല്ലെടുത്ത് കഴിഞ്ഞാല്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് കല്ല് താഴേക്ക് പോവില്ലേ? എന്തുകൊണ്ടാ? കല്ലിന് ഡെൻസിറ്റി കൂടുതലായുണ്ട്. അപ്പൊ ഡെൻസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം അല്ലേ ഡെൻസിറ്റി? അറിയില്ലേ നിങ്ങൾക്കത്? ഓക്കെ, ഐസ് വെള്ളത്തിന്റെ അകത്ത് പൊങ്ങിയല്ലേ കിടക്കുന്നത് അല്ലെ? അതാണ് ഡെൻസിറ്റി. അപ്പം ഡെൻസിറ്റിന്റെ ബേസിസിൽ ഉള്ളൊരു മെത്തേഡാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത്. ആൻഡ് സെൻട്രിഫ്യൂഗേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് denser particles are forced to the bottom. Higher density ഉള്ള denser ആയിട്ടുള്ള ആൾക്കാർ താഴെ കിടക്കും. And the lighter particles stay at the top when spun rapidly. നമ്മൾ സ്പീഡിൽ ഇങ്ങനെ സ്പിന്നിങ് ചെയ്യുമ്പം, നന്നായിട്ട് കറക്കുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിയ ആൾക്കാർ താഴെ വരും. ആൻഡ് ലോവർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ മേലെ പോകും. അതാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഇത് used in diagnostic laboratories for blood and urine test. നമ്മൾ ലാബിലൊക്കെ ചെയ്യും.
ഞാൻ പറഞ്ഞൂലേ, ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്, മിൽക്ക് ഒരു കൊളോയിഡ് ആണ്, ബ്ലഡ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ആൻഡ് നമ്മൾ ലാബിൽ എന്ത് ചെയ്യണം, ബ്ലഡ് നമ്മളെ കയ്യിൽ നിങ്ങൾ ബ്ലഡ് കണ്ടിട്ടുണ്ടോ, കുറെ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കണ്ടിട്ടുണ്ടോ, എന്നാലും നിങ്ങൾക്ക് കൈയൊക്കെ മുറിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ആ ബ്ലഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ബ്ലഡിനെ നമുക്ക് ഫിൽട്ടർ പേപ്പർ വഴി ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റീസിന് അതിനകത്തുള്ള കോമ്പണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്, സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, സ്പിന്നിങ് ചെയ്യുക അല്ലെ, സ്പിന്നിങ് ചെയ്യും. അന്നേരം എന്താ സംഭവിക്കുക, ബ്ലഡിന്റെ കോമ്പണൻസ് എങ്ങനെ സെപ്പറേറ്റ് ആയി വരിക എന്നറിയോ നമുക്ക്? ലാസ്റ്റ് ഏറ്റവും താഴെ RBC, ബ്ലഡിൽ ആരൊക്കെയാ ഉള്ളത്? RBC ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും താഴെ RBCs, അവര് ഡെൻസിറ്റി കൂടിയ ആൾക്കാരാ, ഹയർ ഡെൻസിറ്റി ഉള്ള ആൾക്കാരാ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ലെയർ കാണാൻ പറ്റും കേട്ടോ, വൈറ്റ് ലെയർ കാണാൻ പറ്റും, ദാറ്റ് ഈസ് WBC, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒരു വൈറ്റ് ലെയർ കാണാൻ പറ്റും. പിന്നെ ടോപ്പിൽ പ്ലാസ്മ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ബ്ലഡിനെ നമ്മള് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേടാ? ഇങ്ങനെ നമുക്ക് ഏതൊക്കെ ഒരു സാധനത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഫിൽട്രേഷൻ വഴി പോസിബിൾ അല്ലാത്ത ആൾക്കാരെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് കൊളോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ നമ്മൾ ലാബിലൊക്കെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും ബ്ലഡ് ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ആണ് ലബോറട്ടറി പേർപ്പസിന് യൂസ് ചെയ്യുന്നത് കേട്ടോ, സെൻട്രിഫ്യൂഗേഷൻ. പിന്നെ നമ്മൾ ഡയറീസിലും ഹോമിലും വീട്ടിലും നമ്മൾ ബട്ടർ ഫ്രം ക്രീം സെപ്പറേറ്റ്, ഡയറി എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ ഇതല്ലേ, ഡയറി ഏരിയയിലും നമ്മൾ വീട്ടിലൊക്കെ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിലും നമ്മൾ സ്ക്യൂസ് ഔട്ട് വാട്ടർ ഫ്രം വെറ്റ് ക്ലോത്ത്സ്, അവിടെ എന്താ ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗേഷൻ ഒരു ടൈപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സെൻട്രിഫ്യൂഗേഷന്റെ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. എന്തിലാ, ബ്ലഡിനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ. പിന്നെയോ മിൽക്കിനെ സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നുണ്ട് അല്ലെ, ക്രീം കിട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഏതൊക്കെ സെപ്പറേഷൻ ടെക്നിക്സ് പഠിച്ചു? ഇവാപറേഷൻ പഠിച്ചു അല്ലെ. ഇവാപറേഷൻ എന്തായിരുന്നു? ഇവാപറേഷനകത്ത് എന്താ പഠിച്ചത്? ഇവാപറേഷൻ എന്ന് പറയുന്നത് ഒരാള് വോളറ്റൈലും ഒരാള് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കമ്പണന്റ് ആണെങ്കിൽ, ഒരാളെ വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവാപറേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യും അല്ലെ. അപ്പം വേപ്പറായി പോവാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ തന്നെ കിടക്കും അല്ലെ. അപ്പൊ നമുക്ക് കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചു അല്ലെ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൊളോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ റാപ്പിഡ്ലി സ്പിന്നിങ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സെൻട്രിഫ്യൂഗേഷൻ അവിടെ നമ്മുടെ ഡെൻസിറ്റിന്റെ ബേസിസിലാണ് പഠിച്ചത് അല്ലെ. ഹയർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ താഴെ വന്ന് സെറ്റിൽ ചെയ്യും, മേലെ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ മേലെ പോകും. അതാണ് ഡെൻസിറ്റിന്റെ ബേസിസിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്? രണ്ട് കൂടിച്ചേരാത്ത ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്? അതായത് ഇപ്പം വാട്ടറും വിനെഗറും എടുക്കുകയാണെങ്കിൽ മിസിബിൾ ആണ് അല്ലെ, അത് മിസിബിൾ ആണ്. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി കലരൂല. ഓക്കെ, അങ്ങനത്തെ മിക്സ്ചറിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും? ഓക്കെ, ട്രൈ ടു സെപ്പറേറ്റ് കെറോസിൻ ഓയിൽ ഫ്രം വാട്ടർ യൂസിങ് എ സെപ്പറേറ്റിംഗ് ഫണൽ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്താ, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ ആണ് ഇത്. ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഈ ഒരു സാധനമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ.
അപ്പൊ നമ്മള് സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ടാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് pour the mixture of kerosene oil and water in a separating funnel. നമ്മള് വെള്ളവും ഇവിടെ സെപ്പറേറ്റിംഗ് ഫണലിന് ഒരു സാധനം ഉണ്ട്. ഇവിടെ നമ്മള് ഈ മൂവ്മെന്റിനെ ഇതിങ്ങനെ കമിഴ്ത്തി വെക്കുകയല്ലേ ഇതിങ്ങനെ വെക്കുകയല്ലേ ചെയ്യുന്നത്. താഴെ നമ്മൾ ഇത് കളക്ട് ചെയ്യാം. ഓക്കെ, താഴെ നമ്മൾ ഇവിടെ ഒരു ബീക്കറിൽ ഇത് കളക്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂവ്മെന്റ് വേണം, ഇത് നമുക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് താഴേക്ക് വിടണോ വേണ്ട, ഈ സാധനത്തിന് താഴേക്ക് വിടണോ വേണ്ടോ എന്ന് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് പറ്റും. ഈ സാധനം വെച്ചിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡാണ് എന്താ ദാറ്റ് ഈസ് യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് കോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇതിന്റെ മൂവ്മെന്റ് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. താഴേക്ക് ഇതിപ്പോ ഫ്ലോ ചെയ്യണോ വേണ്ടയോ, ഇവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ചേക്ക്, നമ്മൾ അടച്ച് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ച് സ്റ്റോപ്പ് കോക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് താഴേക്ക് വരില്ല. നമ്മൾ ഇത് ഓൺ ചെയ്ത് വിടുകയാണെങ്കിൽ താഴേക്ക് വരും. ഓക്കെ, അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ദ സെപ്പറേഷൻ ഓഫ് to separate the kerosene oil from water using a separating funnel, pour the mixture of kerosene oil and water in a separating funnel. Let it stand undisturbed for some time so that separate layers of oil and water are formed. ഇപ്പൊ ഇതിനെ നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കുറച്ച് മിക്സ്ഡ് ഒക്കെ ആയി പോയി എന്ന് വിചാരിച്ചോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവര് മിക്സ്ഡ് ആവില്ല, അവരൊരിക്കലും മിക്സ്ഡ് ആവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഒരു കെറോസിന്റെ ഒരു ലെയറും ഫോം ചെയ്യും, വാട്ടറിന്റെ വേറൊരു ലെയറും ഫോം ചെയ്യും. അപ്പം കെറോസിന്റെ ഒരു ലെയറും ഫോം ചെയ്യും, വാട്ടറിന്റെ വേറൊരു ലെയറും ഫോം ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ സെപ്പറേറ്റിംഗ് ഫണലിനകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ചുമ്മാ വെക്കുക. അപ്പൊ സ്റ്റോപ്പ് കോക്ക് ഓഫ് ആക്കി ഇടണം കേട്ടോ, അത് താഴേക്ക് വരാൻ പാടില്ല. Okay, let it stand undisturbed for some time so that separate layers of oil and water are formed. Open the stopcock of the separating funnel and pour out the lower layer of water carefully. Okay, അപ്പം താഴത്തെ ലെയർ ഏതാടാ, ഡെൻസിറ്റി ആയിരിക്കാം കൂടുതൽ, ഇത് ഡെൻസിറ്റിന്റെ ബേസിസിലാണ് നിൽക്കുക. ഓക്കെ, ഇത് ഡെൻസിറ്റിന്റെ ബേസിസിലാണ് നിൽക്കുക. താഴെയുള്ള വാട്ടർ എന്ന് പറയുന്നതായിരിക്കും ഹൈ ഡെൻസിറ്റി. മേലെ ഉള്ളതിന് ലോവർ ഡെൻസിറ്റി ആയിരിക്കും അല്ലെ, കെറോസിന് ലോവർ ഡെൻസിറ്റിയാണ്. അപ്പം ഇതിപ്പോ നമ്മൾ സ്റ്റോപ്പ് കോക്ക് അടച്ചു വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഇതുവരെ കുറച്ചു നേരം ഇത് വെയിറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയർ ഫോം ചെയ്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ലെയറിനെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് വിടുക. ഈ സ്റ്റോപ്പ് കോക്ക് തുറന്നിടുക, സ്റ്റോപ്പ് കോക്ക് ഓൺ ചെയ്ത് വിടുക. അപ്പൊ താഴേക്ക് എന്ത് ചെയ്യും, ഈ വാട്ടർ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടർ താഴേക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെയല്ലേ ഇതിന്റെ സെപ്പറേഷൻ വരുന്നേ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെറോസിനാ അല്ലെ, അപ്പൊ അല്ലെങ്കിൽ ഓയിലാ അല്ലെ. അപ്പം ഈ ഒരു സാധനത്തിനെ വാട്ടറിന്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ബൗണ്ടറി എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്തിടണം. അതുവരെ മാത്രമേ ഇത് ഓപ്പൺ ചെയ്തിടാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്തിടണം. ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫർദർ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഫസ്റ്റ് നമ്മൾ രണ്ടിനെ മിക്സ്ചറിനെ ഒരു സെപ്പറേറ്റിംഗ് ഫണലിൽ എടുക്കുക. സെപ്പറേറ്റിംഗ് ഫണലിൽ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട് അല്ലെ, സ്റ്റോപ്പ് കോക്ക് ഉണ്ട്. ഇതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സ്റ്റോപ്പ് കോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് പാർട്ടിക്കിൾസ് താഴേക്ക് മൂവ്മെന്റ് നടത്തും അല്ലെ. അപ്പം വാട്ടർ ആണ് താഴെ കിടക്കുന്നത്. കാരണം എന്താ, വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം വാട്ടർ താഴെ ഉണ്ടാവും, മേലെ ഓയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കെറോസിൻ ആയിരിക്കും മേലെ ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോപ്പ് കോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെയുള്ള വാട്ടർ താഴേക്ക് വന്നിട്ട് താഴെ കിടക്കും. ഓക്കെ, താഴേക്ക് വരും. ആൻഡ് ഓയിൽ എന്ന് പറയുന്നത് മേലെയല്ലേ, എന്നിട്ട് ഇത് താഴേക്ക് വരുന്നതോറും ഇതിന്റെ ലെവല് താഴേക്ക് വരില്ലേ. അങ്ങനെ ഇത് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇവിടെ എത്തുന്ന പൊസിഷനിൽ നമ്മൾ സ്റ്റോപ്പ് കോക്ക് എന്ത് ചെയ്യും, അടച്ചു കളയും, ഓഫ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, താഴത്തേൽ എന്ത് കിട്ടും, താഴത്തേൽ വാട്ടറും കിട്ടും, മേലെ നമുക്ക് എന്തെങ്കിലും കിട്ടും. നമുക്ക് മേലെ എന്താ കിട്ടുക, we will get kerosene അല്ലെ. അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്.
അപ്പം open the stopcock of the separating funnel and pour out the lower layer of water carefully. Close the stopcock of the separating funnel as the oil reaches the stopcock. അതിൻ്റെ അടുത്ത് ഈ സാധനം ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പൊ താഴെ നമുക്ക് വാട്ടറും കിട്ടും, മേലെ നമുക്ക് കെറോസിനും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. എങ്ങനത്തെ ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താ? ആപ്ലിക്കേഷൻ എന്താ? ടു സെപ്പറേറ്റ് മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ അല്ലെ? അതെന്താ? ഇമ്മിസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ വേറൊരു സ്ഥലമുണ്ട്. നിങ്ങൾ അയണിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിക്കുന്നില്ല, നെക്സ്റ്റ് ഇയർ പഠിക്കും കേട്ടോ. ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഫ്രം ഇറ്റ്സ് ഓർ, നമ്മള് ഒരു മെറ്റലിനെ ഉണ്ടാക്കുന്നത് അതിന്റെ ഓർ വെച്ചിട്ടാണ്. ഓക്കെ, മെറ്റൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ ഓർന്നാണ്. ഓർ എന്ന് പറയുന്ന ഓറിനകത്ത് ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അയണിന്റെ ഓർ എടുക്കണം. ഓക്കെ, ആ ഓറിന്റെ അകത്ത് കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള അയൺ കിട്ടണമെങ്കിൽ ആ ഓറിനകത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം കളയണ്ടേ. അങ്ങനെ നമ്മൾ കുറെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അതിനൊരു ഫർണസിലേക്ക് ഇടും. ഓക്കെ, കളഞ്ഞിട്ട് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി ഫെർദർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേർണസിലേക്ക് ഇടും, ബ്ലാസ്റ്റ് ഫേർണസിലേക്ക് ഇടും. ഫേർണസിലേക്ക് ഇട്ട് കഴിയുമ്പം എന്നിട്ട് ചൂട് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. അവിടെ ടെമ്പറേച്ചറിന്റെ ഇതിൽ ലൈറ്റർ ആയിട്ടുള്ള ഇതിനെ പറയാം മേലെ കിടക്കുന്ന സ്ലാഗ് എന്നാ പറയാ. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കും നിങ്ങൾ. ഓക്കെ, അപ്പം ലൈറ്റർ പോർഷൻ ആയിട്ടുള്ള സ്ലാഗ് ടോപ്പിൽ പോകും. ഡെൻസിറ്റി ബേസ്ഡ് ആണേടാ. സ്ലാഗ് ഉണ്ടാവും ഇവിടെ, സ്ലാഗ്. ഇത് ഫർണസാ. അപ്പൊ സ്ലാഗ് എന്ന് പറയുന്നത് ലൈറ്റർ ഡെൻസിറ്റി ആയിരിക്കും. താഴെ കിടക്കുക എന്ന് പറയുന്നത് മോൾട്ടൺ അയൺ കിട്ടും. അയണിന് വെയിറ്റ് ഇല്ലേടാ, അയണിന് ഡെൻസിറ്റി ഉണ്ട്, മാസും ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ താഴെ പോർഷനിൽ നമുക്ക് മോൾട്ടൺ അയണും കിട്ടും, മേലെ പോർഷനിൽ നമുക്ക് സ്ലാഗും കിട്ടും. ഓക്കെ, അപ്പം ഇത് നമ്മൾ അയണിന്റെ പ്രിപ്പറേഷനിലാണ്. അതായത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞതാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലിന്റെ അല്ലെങ്കിൽ ഡെൻസിറ്റിന്റെ. ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഫ്രം ഇറ്റ്സ് ഓർ, അയണിനെ അതിന്റെ ഓറിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ലൈറ്റർ ആയിട്ടുള്ള സ്ലാഗ് പാർട്ടിക്കിൾ, എന്ത് ചെയ്യും, ഇസ് റിമൂവ്ഡ് ഫ്രം ദി ടോപ്പ് ബൈ ദിസ് മെത്തേഡ് ടു ലീവ് ദി മോൾട്ടൺ അയൺ അറ്റ് ദി ബോട്ടം ഇൻ ദി ഫർണസ്. Okay, the principle is that immiscible liquids separate out in layers depending on their densities. Okay, density ബേസിസിലാണ് immiscible ആയിട്ടുള്ള ലിക്വിഡ്സ് അവിടെ ഒരു സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്യുന്നത്. എന്തിന്റെ ബേസിസിലാണ്? ഡെൻസിറ്റി ബേസിലാണ് അവര് സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ സെപ്പറേഷൻസാ പഠിച്ചത്? ഫസ്റ്റ് നമ്മള് ഇവാപ്പറേഷൻ പഠിച്ചു അല്ലെ? ഒരാള് വോളറ്റൈലാണ്, ഒരാള് നോൺ വോളറ്റൈൽ ആണെങ്കിൽ, ഒരാൾ നോൺ വോളറ്റൈൽ, അല്ലെങ്കിൽ ഒരാൾ ഇവാപ്പറേറ്റ് ചെയ്യുന്ന ആളും മറ്റേ ആൾ ഇവാപ്പറേഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളും ആണെങ്കിൽ നമ്മൾ ഇവാപ്പറേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തു അല്ലെ? ഇങ്കിന്റെ അകത്തുനിന്ന് നമ്മൾ ഡൈയും വാട്ടറും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് നമ്മളിപ്പം ഡെൻസിറ്റിന്റെ ബേസിസിൽ എന്ത് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെ കണ്ടു. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ്? ഓക്കെ, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ്? ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് ആണടാ സബ്ലിമേഷൻ. എന്താ പറയാ? സബ്ലിമേഷൻ. അറിയാലോ സബ്ലിമേഷൻ എന്താന്ന്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും അല്ലെ? ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് വിത്തൗട്ട് കൺവേർട്ടിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് പോവാത്ത സോളിഡ് ആയിട്ട് നിൽക്കുന്ന ആള് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നതിനാണ് എന്ത് പറയാ? സബ്ലിമേഷൻ എന്ന് പറയാ അല്ലെ?
അപ്പൊ നമ്മൾ അമോണിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വേറെ സബ്ലൈം ചെയ്യുന്ന ആൾക്കാരെ ആരാ നിങ്ങൾക്ക് അറിയുന്നത്? ഓർത്ത് നോക്കൂ, സബ്ലിമേഷൻ കപ്പാസിറ്റി ഉള്ള വേറെ ആൾക്കാരാരാ? ക്യാംഫർ ഉണ്ടായിരുന്നു, ആന്ത്രാസിൻ ഉണ്ടായിരുന്നു, നാഫ്തലിൻ ഉണ്ടായിരുന്നു അല്ലെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ ഐസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. എക്സാമ്പിൾ ആരൊക്കെയാ? നാഫ്തലിൻ ഉണ്ടായിരുന്നു, ആന്ത്രാസിൻ ഉണ്ടായിരുന്നു, അമോണിയം ക്ലോറൈഡ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പം അമോണിയം ക്ലോറൈഡിന് എന്തുണ്ട്? സബ്ലിമേഷനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അമോണിയം ക്ലോറൈഡിന് സബ്ലിമേഷനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് നമ്മൾ ഇതിനെ അമോണിയം ക്ലോറൈഡിനെയും സാൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സബ്ലിമേഷൻ പ്രോസസ്. ഓക്കെ സോ വി ലേൺ ദാറ്റ് അമോണിയം ക്ലോറൈഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു gaseous സ്റ്റേറ്റ് ഓൺ ഹീറ്റിംഗ് അല്ലെ. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ സോളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും അമോണിയം ക്ലോറൈഡ്. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിച്ചത് അല്ലെ. So, to separate such mixtures that contain a sublimable volatile component from a non-sublimable impurity. Sublime ചെയ്യുന്ന ആൾക്കാർ നമ്മൾ sublimable എന്നാ പറയാം. ഓക്കെ, സബ്ലിമേഷൻ കാണിക്കുന്ന ആൾക്കാർ നമ്മൾ sublimable എന്ന് പറയും. And non-sublimable impurity, the sublimation process is used. Some examples of solids which sublime are ammonium chloride, camphor, naphthalene and anthracene. ഇവരൊക്കെ എന്താണ്? സബ്ലിമേഷൻ അല്ലെ. സോളിഡ് ഡ്രൈ ഐസ് ശരിക്കും പറഞ്ഞാൽ പ്രഷറിന്റെ അല്ലേടാ. സോളിഡ് കാർബൺ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ അല്ല കേട്ടോ. ഡ്രൈ ഐസ് എന്ന് പറയുന്ന പ്രഷറിന്റെ ഡിഫറൻസിലല്ലേ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സബ്ലിമേഷൻ കാണിക്കുന്ന ആൾക്കാർ അമോണിയം ക്ലോറൈഡ്, കാംഫർ, നാഫ്തലിൻ ആൻഡ് ആന്ത്രാസിൻ ഇവരാണ് എന്ത് കാണിക്കുന്നത്? സബ്ലിമേഷൻ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത് സാൾട്ടിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും സൊല്യൂഷൻ, ഐ മീൻ മിക്സ്ചർ? ഇതിനാണ് നമ്മൾ സബ്ലിമേഷൻ ടെക്നിക്കാണ് ഇവിടെ കാണിക്കുന്നത്. സബ്ലിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡിന്റെ മേലെ നമ്മളൊരു ചൈന ഡിഷ് വെച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റാൻഡിൽ ഒരു ചൈന ഡിഷ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അമോണിയം ക്ലോറൈഡും സോൾട്ടിന്റെയും മിക്സ്ചർ വെക്കാം. ഓക്കെ, അമോണിയം ക്ലോറൈഡിന്റെയും സാൾട്ടിന്റെയും മിക്സ്ചർ വെക്കാൻ പറ്റും അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ഫണൽ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഫണല് തിരിച്ച് ഇൻവേർട്ടഡ് ഫണൽ വെച്ചിട്ടുണ്ട് അല്ലെ. ഇൻവേർട്ടഡ് ഫണൽ നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സബ്ലൈം ചെയ്യുന്ന ഒരാളാണ്. സോൾട്ട് സബ്ലൈം ചെയ്യില്ല. ഓക്കെ, അമോണിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്യും, സോൾട്ട് സബ്ലൈം ചെയ്യില്ല അല്ലെ. സോ അമോണിയം ക്ലോറൈഡിന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇത് എസ്കേപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടി വേപ്പറായി മാറുമല്ലോടാ. വേപ്പറായിട്ട് മാറും. അത് എസ്കേപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതിന്റെ മൗത്തിൽ നമ്മളൊരു കോട്ടൺ പീസ് വെച്ചിട്ടുണ്ട് അല്ലെ. ഒരു മൗത്തില് കോട്ടൺ പീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അമോണിയം എന്തായിട്ട് മാറും? വേപ്പേഴ്സ് ആയിട്ട് മാറും. അമോണിയം വേപ്പേഴ്സ് ആയിട്ട് മാറും. അപ്പൊ വേപ്പേഴ്സ് ഓഫ് അമോണിയം ക്ലോറൈഡ് പോകും. വേപ്പേഴ്സ് ഓഫ് അമോണിയം ക്ലോറൈഡ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് പുറത്തേക്ക് പോവോ? ഇല്ല. ഇവിടെ ബ്ലോക്ക് ആയി പോയില്ലേ. ഇവിടെ മൂവ്മെന്റ് ഇല്ല. ഇനി പുറത്തേക്ക് ഫെർദർ പോകാൻ പറ്റില്ല. ഇവിടെ കോട്ടൺ പീസ് വെച്ച് നമ്മൾ അടച്ചേക്കുക. അപ്പം ഇത് കണ്ടൻസ് ചെയ്തിട്ട് ഈ സൈഡിലെല്ലാം പോയിട്ട് പറ്റിപ്പിടിക്കും. ഓക്കെ, അപ്പൊ ഇൻവേർട്ടഡ് ഫണലിന്റെ ആ സൈഡിലൊക്കെ നമുക്ക് അമോണിയം വേപ്പേഴ്സ് ഓഫ് അമോണിയം ക്ലോറൈഡ് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് അമോണിയം ക്ലോറൈഡിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. സോൾട്ടിന് വോളറ്റൈൽ ആണോ? സോൾട്ടിന് സബ്ലൈം ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല അല്ലെ. സോൾട്ട് സബ്ലിമേഷൻ ചെയ്യില്ല. അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ ചെയ്യും. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അതാണ് സബ്ലിമേഷൻ ടെക്നിക് അല്ലെങ്കിൽ സബ്ലിമേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ടെക്നിക്സ് പഠിച്ചു? നമ്മൾ ഇവാപറേഷൻ വഴി ഇങ്കിന്റെ അകത്തുനിന്ന് ഡൈയും വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ട് പഠിച്ചു. പിന്നെ സബ്ലിമേഷൻ പ്രോസസ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് is the dye in black ink a single color? ഓക്കെ, ബ്ലാക്ക് ഇങ്കിന്റെ ഡൈ എന്ന് പറയുന്നത് സിംഗിൾ കളർ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, is a dye in black ink is a single color. ഓക്കെ, അപ്പൊ നമ്മള് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പ് എടുക്കും. ഒരു ഫിൽറ്റർ പേപ്പറിന്റെ സ്ട്രിപ്പ് എടുക്കും. ടേക്ക് എ തിൻ സ്ട്രിപ്പ് ഓഫ് ഫിൽറ്റർ പേപ്പർ. നമ്മളൊരു ഫിൽറ്റർ പേപ്പറിന്റെ സ്ട്രിപ്പ് എടുക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ എടുക്കുന്ന ബ്ലാക്ക് ഇങ്ക് ഒക്കെ ഇല്ലേടാ, ആ ഇങ്ക് എന്ന് പറയുന്ന ബ്ലാക്ക് കളർ മാത്രമാണോ ഉള്ളത്, അതായത് ഒരു കളറാണോ, ഒറ്റ കളറാണോ അത്, അല്ലെങ്കിൽ അതിന് കളറിനകത്ത് വേറെയും കോമ്പണൻസ് ഉണ്ടോ, ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു തിൻ സ്ട്രിപ്പ് ഓഫ് ഫിൽറ്റർ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രോ എ ലൈൻ ഓൺ ഇറ്റ് യൂസിങ് എ പെൻസിൽ. നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി 3 സെന്റിമീറ്റർ എബോവ് ഫ്രം ദി ലോവർ എഡ്ജിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇതാ ഞാനൊരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫിൽറ്റർ പേപ്പർ നിങ്ങൾ കാണുന്നില്ലേടാ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 3 സെന്റിമീറ്ററിന്റെ അവിടെ ഞാനൊരു ലൈൻ വരച്ചു കേട്ടോ. ഒരു ലൈൻ വരച്ചു above the lower edgeന്റെ അവിടെ ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി put a small drop of ink at the center of the line. Let it dry. ഞാൻ ഒരു ഡ്രോപ്പ് ഇങ്ക്, നിങ്ങൾ കാണുന്നുണ്ടോടാ? ഇങ്ക് കാണുന്നില്ലേടാ? ഞാനിവിടെ ഈ ഫിൽറ്റർ പേപ്പറിന്റെ താഴെ ഈ ലോവർ പോർഷനിൽ ഞാൻ ഒരു ഡ്രോപ്പ് ഇങ്ക് വെച്ചിട്ട് ഞാൻ ഉണങ്ങാൻ അനുവദിച്ചു. ദാറ്റ് മീൻസ് ഐ കെപ്റ്റ് ഇറ്റ് ഫോർ ഡ്രൈയിങ്. ഞാൻ അതിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു, ഉണക്കാൻ വേണ്ടി വെച്ചു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ലോവർ ദി ഫിൽറ്റർ പേപ്പർ ഇൻ ടു എ ജാർ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ ഒരു ബീക്കർ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു ഇങ്കിന്റെ പോർഷൻ ഇല്ലേടാ നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോവാ. ഓക്കെ, ഇങ്കിന്റെ പോർഷൻ ഡിപ്പ് ചെയ്യാൻ പോവാ. കണ്ടെയ്നിങ് വാട്ടർ so that the drop of ink on the paper is just above the water level. Leave it undisturbed. Watch carefully as the water rises on the filter paper. Okay. സോ ഈ ഫിൽറ്റർ പേപ്പറിന് ഞാൻ ഒരു ബീക്കറിൻ്റെ അകത്ത് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബീക്കറിൻ്റെ അകത്തുള്ള വെള്ളത്തിന്റെ അകത്തേക്ക് ഞാൻ ഈ ലോവർ എഡ്ജിലുള്ള സ്പോട്ട് ഓഫ് ഇങ്ക് ഉള്ള അല്ലെങ്കിൽ ഡൈ കലർന്നിട്ടുള്ള ആ ഒരു ലെവൽ ഇല്ലേ, ഇത് ഫിൽറ്റർ പേപ്പർ അല്ലേ, അത് ഞാൻ വെച്ചിട്ട് ഈ ജസ്റ്റ് അബോവ് ദി വാട്ടർ ലെവൽ ഞാൻ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ ഇത് അനക്കാൻ പാടില്ല കേട്ടോ. അത് അവിടെ പ്ലേസ് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ അനക്കാൻ പാടില്ല, അതിന് നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല, അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കണം. ഓക്കെ, നമ്മളിവിടെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിൽ അത് ഫിക്സ് ചെയ്ത് വേണം വെക്കാൻ. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയാം? നിങ്ങൾ ക്യാപ്പിലാരിറ്റി അറിയില്ലേ? നിങ്ങൾക്ക് ക്യാപ്പിലറി റൈസ് ഇല്ലേടാ? ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് the ink that we use has water as the solvent and the dye is soluble in it. അത് നിങ്ങൾ അറിയാലോ, നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതല്ലടാ, ഇങ്കിന്റെ അകത്ത് ഡൈയും ഉണ്ട് വാട്ടറും ഉണ്ട്. ഡൈയിന്റെയും വാട്ടറിന്റെയും കോമ്പിനേഷൻ ആണ് ഇങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേടാ നേരത്തെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇങ്ക് that we use has water ആണ് അവിടെ സോൾവെന്റ് and the dye is soluble in it. ഓക്കെ, ഒരു വാട്ടറിന്റെ അകത്ത് ഡൈ സോല്യൂബിൾ ആയിട്ട് കിടക്കുക ചെയ്യുന്ന അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇങ്ക് as the water rises on the filter paper it takes along with it the dye particles. അപ്പം വാട്ടർ ഫിൽറ്റർ പേപ്പർ വഴി അങ്ങ് കയറും അല്ലേ, ക്യാപ്പിലറി ഒക്കെ വരും അല്ലേ, ക്യാപ്പിലാരിറ്റി ഒക്കെ വരും അല്ലേ. ഈ പോഴ്സിൽ കൂടെ വാട്ടർ ഇങ്ങനെ മേലേക്ക് കയറി പോവും. അതിനനുസരിച്ച് ആരും പോവാടാ, ഡൈ പാർട്ടിക്കിളും കൂടെ വാട്ടറിന്റെ അലോങ് വിത്ത് വാട്ടർ ഡൈ പാർട്ടിക്കിൾസും കൂടെ മൂവ് ചെയ്യും കേട്ടോ മേലേക്ക്. ഓക്കെ, മേലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. So, as the water rises on the filter paper, it takes along with it the dye particle. വെള്ളം ഫിൽറ്റർ പേപ്പറിന് നമ്മൾ വെള്ളത്തിലല്ലേ വെച്ചത്, വാട്ടറിന്റെ അകത്തല്ലേ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. വാട്ടർ അല്ലേടാ. അപ്പൊ ഫിൽറ്റർ പേപ്പർ എടുത്ത് വാട്ടർ എടുത്തിട്ട് വാട്ടർ മേലേക്ക് പോകും. അതിനനുസരിച്ച് ഡൈ പാർട്ടിക്കിളും എന്ത് ചെയ്യും? വാട്ടറിന്റെ അകത്ത് ഡിസോൾവ് ആയിട്ട് അല്ലെങ്കിൽ വാട്ടറിന്റെ അകത്തേക്ക് ഇൻവോൾവ് ആയിട്ട് വാട്ടറിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ ഇവിടെയുള്ള ഇങ്കിന്റെ ഡൈ പാർട്ടിക്കിളും എന്ത് ചെയ്യും? മേലോട്ടേക്ക് മൂവ് ചെയ്യും. Okay, as the water rises on the filter paper, it takes along with it the dye particle. അവര് ഡൈ പാർട്ടിക്കിളിനെയും കൊണ്ട് എന്ത് ചെയ്യും? മേലേക്ക് പോകും. Usually a dye is a mixture of 2 or more colors. അപ്പം യൂഷ്വലി ഒരു ഡൈ എന്ന് പറയുന്നത് 2 അതിലധികമോ ആൾക്കാരുടെ ഒരു മിക്സ്ചറാണ്. ഓക്കെ, ഒറ്റ കളർ അല്ല ഡൈ എന്ന് പറയുന്നത്, 2 അതിലധികമോ കളേഴ്സിന്റെ മിക്സ്ചർ ആണ്. ആ കളറിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത് ഏതൊക്കെ കളറുകളാണെന്നാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. The colored component that is more soluble in water.
that is more soluble in water rises faster. വാട്ടറിൽ ഏറ്റവും കൂടുതൽ സോല്യബിൾ ആവുന്ന ഒരു കോമ്പണന്റ് ഉണ്ടാവും അല്ലെ, കളറിൽ ഏറ്റവും വാട്ടറിൽ സോല്യബിൾ ആവുന്ന കളറ്, ആ കളറ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകും. ഓക്കെ, the colored component that is more soluble in water rises faster, and in this way the colors get separated. ഇങ്ങനെയാണ് നമ്മൾ ഡൈ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷനാ വരുന്നത്, ഒരു സിംഗിൾ കളർ അല്ല അത്. ആ കളറിനകത്ത് ഒരുപാട് കളേഴ്സ് മിക്സ്ഡ് ആണ് അല്ലെ. അപ്പൊ നമ്മള് ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ട് നമ്മള് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ കളേർഡ് കോമ്പണന്റ് ദാറ്റ് ഈസ് മോർ സോല്യബിൾ ഇൻ വാട്ടർ റൈസസ് ഫാസ്റ്റർ, ആൻഡ് ഇൻ ദിസ് വേ ദ കളേഴ്സ് ഗെറ്റ് സെപ്പറേറ്റഡ്. വാട്ടറിൽ മോർ സോല്യബിൾ ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് മേലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. This process of separation of components of a mixture is known as, പുതിയ പേരല്ലേടാ, എന്താ പറയുന്നത്? ക്രോമറ്റോഗ്രാഫി എന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിനെ പറയുന്നത്. ദാറ്റ് ഈസ് ക്രോമാറ്റോഗ്രാഫി എന്നാണ് നമ്മൾ. ദിസ് പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ ഇസ് നോൺ ആസ് ക്രോമാറ്റോഗ്രാഫി. അപ്പൊ നമ്മള് കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെക്നിക്കാ യൂസ് ചെയ്യുന്ന, ഡൈനകത്തുള്ള കളേഴ്സിനെ വി യൂസ് ക്രോമാറ്റോഗ്രാഫി. നമ്മൾ ക്രോമാറ്റോഗ്രാഫി ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രോമ എന്ന് പറയുന്ന വേർഡ് ഇല്ലേ, ക്രോമാറ്റോഗ്രാഫിന്റെ സ്പെല്ലിംഗ് കണ്ടോ നിങ്ങൾ? CHRO അല്ലെ. ക്രോമ ഇൻ ഗ്രീക്ക് മീൻസ് കളർ എന്നാണ് ഗ്രീക്കില് ക്രോമ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. സോ ക്രോമ ഇൻ ഗ്രീക്ക് മീൻസ് കളർ. ദിസ് ടെക്നിക് വാസ് ഫസ്റ്റ് യൂസ് ഫോർ സെപ്പറേഷൻ ഓഫ് കളേഴ്സ്. നമ്മൾ ഈ ടെക്നിക്ക് വേറെ പലതിനും നമ്മൾ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ ഇത് ഫോർ ദി സെപ്പറേഷൻ ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്തത് കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ ക്രോമ എന്ന് പറഞ്ഞ കളറാ, അപ്പൊ നമ്മൾ ഈ ടെക്നിക്കിന് ക്രോമാറ്റോഗ്രാഫി എന്നുള്ള പേര് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ വി ഗേവ് ദ നെയിം ഏതാ? ക്രോമാറ്റോഗ്രാഫി അല്ലെ. നമ്മൾ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്ന പേര് കൊടുത്തു. Chromatography is the technique used for separation of those solute that dissolve in the same solvent അല്ലെ. അതായത് ഇങ്കില് ഡൈ ഇൻ വാട്ടർ ആണ് ഇങ്ക് അല്ലെ, ആൻഡ് നമ്മൾ വാട്ടറിന്റെ അകത്തേക്ക് ആക്കി. അപ്പം വാട്ടർ എന്ന് പറയുന്നത് സോല്യൂബിൾ ആണ് അല്ലെ, ഡൈ സോല്യൂബിൾ ആണ് വാട്ടറിൽ. സോ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ കളേഴ്സ് സെപ്പറേറ്റ്, ഇങ്കിന്റെ അകത്തുള്ള കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വിത്ത് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ന്യൂവർ ടെക്നിക്സ് ഓഫ് ക്രോമാറ്റോഗ്രാഫി ഹാവ് ബീൻ ഡെവലപ്ഡ്. ഇപ്പൊ നമ്മൾ ഈ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ക്രോമാറ്റോഗ്രാഫി ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കണം എന്ന്. അപ്പൊ ഫിൽട്ടർ പേപ്പർ ഉണ്ട്, നമ്മളിവിടെ ഒരു സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ക് ഒഴിച്ചു, വാട്ടറിനകത്തേക്ക് ഡിപ്പ് ചെയ്തു. എന്ത് ചെയ്യും? മേലേക്ക് വാട്ടർ മേലേക്ക് റൈസ് ചെയ്ത് പോകും അല്ലെ. ഇതിനെ കാപ്പിലാരിസ് വഴി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചെറിയ പോസ് ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ വാട്ടർ മേലേക്ക് കയറിപ്പോവും. അപ്പം വാട്ടറിന്റെ അകത്തേക്ക് ഇത് സോള്യബിൾ ആണ് അല്ലെ, ഈ കളേഴ്സ് സോല്യബിൾ ആണ്. അപ്പം വാട്ടറിന്റെ അകത്ത് ഡൈ സോല്യബിൾ ആയിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ സോല്യബിൾ ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് മൂവ് ഫാസ്റ്റർ അല്ലെ, പെട്ടെന്ന് പോവും. ആൻഡ് ബാക്കി എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കളേർഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും കേട്ടോ. ഒരു സിംഗിൾ കളറിലുള്ള കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെ കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്താ? ക്രോമാറ്റോഗ്രാഫി. അപ്പൊ നമ്മൾ ഒരു ടെക്നിക്കും കൂടെ പഠിച്ചു അല്ലെ, ക്രോമാറ്റോഗ്രാഫിയും കൂടെ പഠിച്ചു. അപ്പം ക്രോമാറ്റോഗ്രാഫി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ക്രോമാറ്റോഗ്രാഫിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിഗ്മെന്റ്സ് ഫ്രം നാച്ചുറൽ കളേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ടെക്നിക്സിന്റെയും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണേടാ. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ്റെ അകത്ത് കളേഴ്സിനെ ഡൈ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യും. ഓക്കെ, ഡൈൻ്റെ അകത്തുള്ള കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യും. പിഗ്മെന്റ്സ് ഫ്രം നാച്ചുറൽ കളേഴ്സിന്റെ അകത്തുള്ള പിഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യും. പിന്നെ ബ്ലഡിന്റെ അകത്തുള്ള ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യും. അപ്പം ഇതാണ് ക്രോമാറ്റോഗ്രാഫിന്റെ ടെക്നിക്ക്. അപ്പൊ എന്താ ക്രോമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ മനസ്സിലായോ? ക്രോമാറ്റോഗ്രാഫി എന്താന്ന് മനസ്സിലായോ? ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ക് എന്ന് പറയുന്നത്
ഡൈയും വാട്ടറും കൂടെ മിക്സ് ആണ് അല്ലെ. അപ്പം ഡൈ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കളർ എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. ആ കളർ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഒരു ഫിൽട്ടർ പേപ്പർ. ഫിൽട്ടർ പേപ്പറിന്റെ ഒരറ്റത്ത് നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് വെക്കും. ഡ്രോപ്പ് ഓഫ് ഇങ്ക് വെച്ചിട്ട് നമ്മൾ വാട്ടറിനകത്ത് ഡിസ്റ്റർബ് ചെയ്യാതെ അതിനെ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെക്കും. ആ ഒരു പോർഷൻ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പോലെ ആ പോർഷൻ ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ മേലേക്ക് ഉയരാൻ തുടങ്ങും അല്ലെ. വെള്ളം മേലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ കൂടെ വെള്ളത്തിൽ സോല്യൂബിൾ ആവുന്ന ഡൈയും കൂടെ മേലേക്ക്, ഡൈ പാർട്ടിക്കിൾസും കൂടെ മേലേക്ക് പോകും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സോല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഭയങ്കര ഫാസ്റ്റിലായിട്ട് പോകും. അത് ഏറ്റവും ടോപ്പിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ക്രോമ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്തായിരുന്നു? ക്രോമ എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്തായിരുന്നു? ക്രോമ മീൻസ് കളർ അല്ലെ, മറക്കല്ലേ. ക്രോമ മീൻസ് കളർ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചത് കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാം. വേറെയും കുറെ സെപ്പറേഷൻ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിച്ചിടാ? ക്രൊമാറ്റോഗ്രാഫി എന്ന് വിളിച്ചു അല്ലെ. ബ്ലഡിനകത്തുള്ള ഡ്രഗ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൊമാറ്റോഗ്രാഫി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തത് കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ ആ ഒരു ടെക്നിക്കിനെ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി എന്ന് വിളിച്ചു. അപ്പം ഇത്രയാണ് നമ്മൾ കുറച്ച് സെപ്പറേഷൻ ടെക്നിക്സ് മാത്രമാണല്ലേ പഠിച്ചത്. ഇനിയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ഏതൊക്കെയാടാ നമ്മൾ പഠിച്ചത്? നമ്മൾ സെപ്പറേഷൻ പഠിച്ച മെത്തേഡ്സ് ഒന്നെന്ന് പറയുന്നത് ഹാൻഡ് പിക്കിങ്ങും സീവിങ്ങും ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. അത് കൂടാതെ നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ് ഡൈയിന്റെ അകത്തുനിന്ന് വാട്ടറും ഡൈയും, ഇങ്കിന്റെ അകത്തുനിന്ന് വാട്ടറും ഡൈയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് അല്ലെ വാച്ച് ക്ലാസ്സിൽ വെച്ചിട്ട് ഹീറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് കൊടുത്തു. ഹീറ്റ് കൊടുക്കുമ്പോൾ വാട്ടർ എന്താണ് വേപ്പേഴ്സ് ആയിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് വാട്ടർ. അപ്പൊ അത് ഇവാപ്പറേറ്റ് പോകും. നമ്മളെ ഡൈ അവിടെ റിമൈൻ ആയിരിക്കും അല്ലെ, റിമൈൻസ് ദർ. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ബൈ ദ മെത്തേഡ് ഓഫ് ഇവാപ്പറേഷൻ അല്ലെ. നെക്സ്റ്റ് നമ്മൾ ക്രീം ഫ്രം മിൽക്കിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ അല്ലെ, നന്നായിട്ട് സ്പിൻ ചെയ്തിട്ട് ഹയർ ഡെൻസിറ്റിന്റെ ബേസിസിൽ, ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ചെയ്തത്. ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ട് അല്ലെ. ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് ഡെൻസിറ്റിന്റെ ബേസിൽ ഹയർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ താഴെയും ലോവർ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ നമുക്ക് മേലെയും കിട്ടി അല്ലെ. സെൻട്രിഫ്യൂഗേഷൻ വേറെയും പല ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡയറീസിലും ഹോമിലൊക്കെ ബട്ടർ ഫ്രം ക്രീമും, പിന്നെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ലാബ് ഞാൻ പറഞ്ഞു ബ്ലഡിന്റെ ഒക്കെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ വേറൊരു ഇമ്മസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ലൈക്ക് കെറോസിനും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തു അല്ലെ. അവിടെയും ഡെൻസിറ്റി തന്നെയാണ് ബേസ്ഡ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളവിടെ സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു അല്ലെ. അതായിരുന്നു സെപ്പറേറ്റിംഗ് ഫണൽ ആണ് ഇത്. ഓക്കെ, ഈ സെപ്പറേറ്റിംഗ് ഫണലില് ഡെൻസിറ്റി കൂടിയ ആൾക്കാർ വാട്ടർ ആയിരുന്നു. വാട്ടർ നേരെ നമ്മൾ താഴെ വേറൊരു ഇതിൽ കളക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ലെയർ താഴെ എത്തുമ്പോൾ നമ്മൾ അവിടുത്തെ മൂവ്മെന്റ് ക്ലോസ് ചെയ്തു. നമ്മൾ അത് സ്റ്റോപ്പ് കോക്ക് എന്ത് ചെയ്തു? ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെച്ചു അല്ലെ. അങ്ങനെ നമ്മൾ ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തു യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. എന്തിന്റെ ബേസിൽ? ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതാണ് അവിടെ ഹൈലൈറ്റ് പോയിന്റ്. പിന്നെ സബ്ലിമേഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ സബ്ലിമേഷൻ ടെക്നിക്ക് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡും സോൾട്ടും മിക്സ്ചർ നമ്മൾ വേണമെങ്കിൽ നമുക്ക് സബ്ലിമേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ സബ്ലിമേഷൻ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? സബ്ലൈം ആവും അല്ലെ. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷെ അത് നമുക്ക് എസ്കേപ്പ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിവിടെ കണ്ടൻസ് ആയിട്ട് നമുക്ക് ഈ സൈഡിലെല്ലാം എന്ത് കിട്ടും? വേപ്പേഴ്സ് ഓഫ് അമോണിയം ക്ലോറൈഡ് കിട്ടും. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സബ്ലിമേഷൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് സബ്ലിമേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഡൈ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് കളർ ആണെന്ന് മനസ്സിലാക്കി അല്ലെ. അത് നമ്മൾ
ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു അല്ലെ. അവിടെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാർ ഡൈ മേലേക്ക് പോകുന്നതോറും ആ കോമ്പണൻസ് ഓഫ് ഡൈ എന്താണ്, വാട്ടർ മേലേക്ക് പോകുന്നതിനനുസരിച്ച്, ഫിൽട്ടർ പേപ്പർ വഴി വാട്ടർ മേലേക്ക് പോകുന്നതിനനുസരിച്ച് ഡൈയിലെ കോമ്പണൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, മേലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തത് അല്ലെ. ക്രൊമാറ്റോഗ്രാഫി കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാം, പിഗ്മെന്റ്സ് ഫ്രം നാച്ചുറൽ കളേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ബ്ലഡിന്റെ അകത്തുള്ള ഡ്രഗ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കളേഴ്സിന്റെ സെപ്പറേഷൻ മാത്രമല്ല ക്രൊമാറ്റോഗ്രാഫി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് സെപ്പറേറ്റിംഗ് ടെക്നിക്സ് നമ്മൾ പഠിച്ചത്. കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, നമുക്ക് വേറൊരു സെഷനിൽ പഠിക്കാം കേട്ടോ. ഓക്കെ.